അതേസമയം വഴിക്കടവിലെ 15-കാരന്റെ മരണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ദുർവിനിയോഗം ചെയ്യുകയാണ് എന്ന് CPM PB അംഗം എ വിജയരാഘവൻ. UDF ഇക്കാര്യത്തിൽ മാപ്പ് പറയണം. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ UDF നീക്കം നടത്തുകയാണെന്നും എ വിജയരാഘവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. രാത്രിയിൽ സമാധാനം തകർത്ത് അതിക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ഗൂഢാലോചന അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല, ഈ നിർഭാഗ്യകരമായ സംഭവത്തിലേക്ക് രാഷ്ട്രീയം അവർ കലർത്തി. യഥാർത്ഥ പ്രതികളെ പിടിക്കാതിരുന്നെങ്കിൽ അവർക്കൊരു പ്രതിഷേധം രേഖപ്പെടുത്താം. ഇത് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ സംഭവത്തിന് ഇടയാക്കിയ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിച്ചു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ ചടുലമായി നീങ്ങുകയും സംഭവത്തിന്റെ പിന്നിലെ കാര്യങ്ങളുടെ ദുരൂഹതകളുടെ മറ നീങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അപകടമരണം നടന്നു എന്ന് പറഞ്ഞപ്പോൾ വഴിതടിയാണ്. അത് UDF സംബന്ധിച്ചിടത്തോളം അവർ എത്തിച്ചേർന്ന രാഷ്ട്രീയമായ പാപ്പരത്വത്തിന്റെ ഉദാഹരണമാണ്